ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മളൊരു ഡ്രൈ ഫ്രിസി അല്ലെങ്കിൽ വേവി ആയിട്ടുള്ള ഒരു ഹെയർ ഒക്കെ ആണെങ്കിൽ ഒട്ടും നീളാത്തൊരു അവസ്ഥയിലേക്ക് വരും. നമ്മൾ ആ ഒരു ഹെയർ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. താഴ്ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഡ്രൈനെസ് വന്നിട്ടുണ്ടാവും. അതായത് ഒരു ചകിരി പോലെ മുകളിലേക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന, ഭയങ്കര ചകിരി പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു തീരെ തിന്നായിട്ട് നിൽക്കും, ഭയങ്കര തിന്നായിട്ട് നിൽക്കും. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. പിന്നേക്ക് ഇടുമ്പോൾ ആ ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് ചെറുതായി പിന്നെ വരുമ്പോൾ താഴെ എത്തുമ്പോൾ ഭയങ്കര തിന്നായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങളെ ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ കൂടെ പറ്റിയൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നമ്മളൊരു ഹെയർ കെയർ ചലഞ്ച് 30 ഡേയ്സിന്റെ ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഒരു ഡ്രൈ ഫ്രിസി വേവി ഭയങ്കര കേളി ടൈപ്പ് ചുണ്ട് മുകളിലേക്ക് കയറി കിടക്കുന്ന ഹെയർ ഇല്ലേ, ഇങ്ങനത്തെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളത് ഏത് ഹെയർ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി എന്റെ ഒരു ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടി ചെയ്ത കുറച്ച് പാക്ക് കാര്യങ്ങളാണ്. നമ്മളൊരു 1 മന്തിനെ കൊണ്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 1 വീക്കിന്റെ ഹെയർ കെയർ ചലഞ്ചിൽ 7 ഡേയ്സിൽ ഒരു ഹെയർ പാക്കിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി നല്ല നീതിയിൽ നീളാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രിസി ആയിട്ട് കിടക്കുന്ന ഹെയർ നമുക്ക് മാറ്റിയെടുക്കാൻ ആ 7 ഡേയ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 30 ഡേയ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വേണം, കുറച്ചും കൂടി തിക്കായിട്ട് വോളി ആയിട്ട് ഹെയർ വെക്കണം, കുറച്ചും കൂടി ലെങ്ത് വെക്കണം, ആ ഒരു കേളി ആയിട്ട് ചുണ്ട് കയറുന്നതൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ 30 ഡേയ്സ് ചലഞ്ച് കൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ആണ്, ഭയങ്കര ഒരു വേവി ടൈപ്പ് ഹെയർ ആണ്, ഭയങ്കര കേളല്ല ഒരു വേവി ടൈപ്പ് ഹെയർ ആണെങ്കിൽ അതൊരു ലെവലിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നീളാത്തൊരവസ്ഥയിൽ വരും. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് നീളില്ല. നമുക്ക് പിൻഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ മുടി വല്ലാതെ ഒരു ചകിരി പോലെ, ഒരു ലെവലിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ചകിരി പോലെ. ഇവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഒരു ഷോൾഡർ ലെവലിൽ നമ്മൾ താഴ്ന്നു തുടങ്ങി കഴിഞ്ഞാൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല രീതിയിൽ മാറ്റണ്ടാവും. ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിനെ ഇതുവരെ ട്രീറ്റ് ചെയ്തിൽ വന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ചിലത് മിസ്സായി പോയിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാൻ ഒഴിവാക്കി പോകും. ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ പോകുന്നതിനെ കൊണ്ടുതന്നെ അവിടെ എപ്പോഴും അത് കെയർ ചെയ്ത് കൊണ്ടു നടക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഈ പറയാൻ പോണ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെയർ ഈ ഒരു രീതിയിലേക്ക് മാറുന്ന പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. ഇതിന്റെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ മുടിയുടെ എൻഡ് ഭാഗം താഴ്ഭാഗത്തേക്ക് സ്പ്ലിറ്റന്റ് വരും. ഈ ഒരു വരുന്ന പ്രശ്നം നമ്മൾ അത് ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ പല പല രീതിയിലേക്ക് മാറും. നമ്മൾ പല ടൈപ്പിൽ നിങ്ങൾ സ്പ്ലിറ്റന്റ് കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ 2 ടൈപ്പേ കണ്ടിട്ടുണ്ടാവും. അതിലും കൂടുതൽ രീതിയിൽ തന്നെ നമ്മളെ മുടി പിളർന്നു പോകുന്ന ഒരു അവസ്ഥ വരും. അത് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തേക്ക് ഡ്രൈ ആവുന്ന പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രൈനെസ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള പ്രോട്ടീനും വിറ്റാമിൻസ് ഒക്കെ നമുക്ക് ഹെയറിന് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിത് എന്തൊക്കെ നമ്മളിപ്പോൾ ചെറുപയർ കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ സോയാബീൻ കഴിക്കുന്നുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഹെയറിന് വേണ്ടി കഴിക്കുന്നുണ്ടാവും. ഈ കഴിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുടിയിൽ ഈ ഒരു ലെവൽ വരെ ചിലപ്പോൾ എത്തുന്നുണ്ടാവുള്ളൂ. അത് നമ്മളെ മുടിയുടെ എൻഡ് വരെ എത്തിയ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സ്പ്ലിറ്റന്റ് ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരുള്ളൂ. അല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ സ്പ്ലിറ്റന്റ് വരാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് നമ്മളെ ഹെയറിന്റെ അറ്റം വരെ കിട്ടാത്തൊരു പ്രശ്നം കൊണ്ടാണ് ഇതേപോലെ ഭയങ്കര തിന്നായിട്ട് മാറുക. അപ്പൊ നിങ്ങൾ ഈ കഴിക്കുമ്പോൾ ഫുഡ് നല്ല രീതിയിൽ കഴിക്കാൻ നോക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ മാത്രമേ ഉള്ളൂ. പക്ഷെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളെ കണ്ണാളെ കണ്ട് നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റന്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം വെച്ചിരിക്കാൻ നിൽക്കരുത്. വെച്ചിരുന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു മുടി ഇഴാൻ അത് മൊത്തത്തിൽ ഡാമേജ് ആക്കുക ചെയ്യും. പിന്നെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ കുറെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കണക്കിന് വരെ നമ്മൾ വെട്ടിക്കളയണം. എന്നിട്ടേ നമുക്കത് പുതിയ മുടിയായിട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം കുറച്ച് സ്പ്ലിറ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ടൈപ്പ് ആണോ നിങ്ങളുടെ ഹെയറിൽ ഇപ്പം നിലവിലുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സ്പ്ലിറ്റ് ഒരു വി ടൈപ്പിലായിരിക്കും സ്പ്ലിറ്റ് ഉണ്ടാവും. സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാം, ഇത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. അതായത് ഭയങ്കരമായിട്ട് മുടി പിന്നി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നേരെ ഒരു ഡ്രൈനെസ് വന്നു തുടങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യാൻ പറ്റുക, നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക, അത് നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റന്റ് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുടി നല്ല രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഈ സ്പ്ലിറ്റന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്നത് ഈ ഒരു രീതിയിൽ ആ മോൾ ഭാഗം മാത്രം ചെറുതായിട്ടൊരു സ്പ്ലിറ്റ്, ചെറുതായിട്ടൊന്ന് പിന്നെ പോലെ നിൽക്കും. അത് നിങ്ങളെ ഹെയർ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. കുറച്ച് വെളിച്ചത്തേക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അത് ചെറിയതായിട്ടൊരു ഒരു വൈ പോലെ, ഒരു വി അല്ല, ഒരു കറക്റ്റ് ഒരു വൈ പോലെ തോന്നും, ഒരു ചെറുതായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, ഭയങ്കര ഹെവി ആയിട്ട് വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അത് പിന്നെയും വെച്ചിരുന്നാൽ അതിൽ കൂടുതലായിട്ട് മാറാൻ തുടങ്ങും. അതിങ്ങനെ പിന്നെ വരില്ല, അതിൽ കുറെ വെറൈറ്റീസ് ഒക്കെ വരും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു ചെറുതാണ്, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഹോട്ട് ഓയിൽ മസാജ്
മസാജ് ചെയ്ത് കൊടുക്കുക. മോയ്സ്ചർ കൂടുതലായിട്ടുള്ള പാക്ക് കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ തൈര് ഉപയോഗിച്ച് ചെയ്യുക, പിന്നെ എഗ് വൈറ്റ് ചെയ്യുക, പഴം, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പാക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായി ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു സ്പ്ലിറ്റന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ കാണിക്കുക. ഈ ഒരു രീതിയിലേക്കും സ്പ്ലിറ്റന്റ് വരാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഴേന്റെ മുകളിൽ തന്നെ 2ഉം 3ഉം ഇഴയായിട്ട് വന്നിട്ടുണ്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് മാറിയത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മുടി നല്ല രീതിയിൽ ഡാമേജ് ആയി തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ബാക്കി 2എണ്ണം നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് വെട്ടിക്കൊടുത്ത് ആ ഒരു ഡ്രൈനസ് വന്നു തുടങ്ങുന്ന സമയത്ത് വരുന്നതാണ്. അത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇതെന്താ വെച്ചാൽ ആ ഒരു ക്യൂട്ടിക്കിളും അതുപോലെ തന്നെ ആ ഒരു കോട്ടക്സും നല്ല രീതിയിൽ അത് ഡാമേജ് ആക്കിയതിനെ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ 1, 2, 3 പോലെ ആയിട്ട് അത് വരുന്നത്. അതായത് ഒറ്റ മുടിയുടെ ഇട നോക്കിക്കഴിഞ്ഞാൽ ഒരു 2, 3 ഇതേപോലെ ചെറിയ ചെറിയ നാല് പോലെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഫൈബർ ലോസ് വന്നിട്ടുണ്ട്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മുടിക്ക് 3 ലെയർ ഉണ്ടെന്നൊക്കെ ഞാൻ മുന്നത്തെ വീട്ടിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ക്യൂട്ടിക്കിൾ, അതുപോലെ തന്നെ കോട്ടക്സ്, പിന്നെ മെഡുല്ല. ഈ ഒരു ക്യൂട്ടിക്കിൾ ഡാമേജ് ആയി കഴിഞ്ഞ് നേരെ കോട്ടക്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഫൈബറും പ്രോട്ടീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കോട്ടക്സിലാണ്. കോട്ടക്സിൽ ഈ ഫൈബർ ലോസ് നല്ല രീതിയിൽ വന്നു തുടങ്ങിയതിന്റെ ലക്ഷണങ്ങളാണ് ഈ നേരിയ 3, 4 ലൈൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഹോട്ട് ഓയിൽ മസാജ്, അതുപോലെ തന്നെ നല്ല ലിക്വിഡ് ടൈപ്പ് പാക്ക് കാര്യങ്ങൾ, മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പാക്ക് കാര്യങ്ങൾ ചെയ്ത പഴം നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് കഴിയുന്നില്ല, ഒരുപാടുണ്ട്, എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നുള്ള നമുക്ക് മുടിയുടെ ഇട നോക്കിയാൽ മനസ്സിലാവില്ല. ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നമ്മുടെ എന്താ വെച്ചാൽ സലൂണിലൊക്കെ പോയിട്ട് സ്പാ പോലത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ ലോക്ക് ചെയ്ത് ഒരു എൻഡ് വരെ ചെയ്യും. നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, സലൂണിൽ കറക്റ്റ് ആയിട്ട് സ്പായൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പ്ലിറ്റൻസ് വരുന്നത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ പിന്നി പോകുന്ന ഒരവസ്ഥ, ഫൈബർ ലോസ് വരുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യില്ല. അതാണ് നിങ്ങൾ കറക്റ്റ് ആയി ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിങ്ങൾ ഹെയർ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ മൂന്നാമത് പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ മുടി ഈ ഒരു രീതിയിൽ ഇപ്പൊ താഴെ കാണുന്ന ഫോട്ടോസിലുള്ള ഈ ഒരു രീതിയിലേക്ക് എത്തുക, ഭയങ്കരമായിട്ട് ചുരുണ്ടെടുക്കുക, പിന്നെ വേറിട്ട് എടുക്കുക, ഒരു ലെവലില്ലാതെ കിടക്കുക, ഭയങ്കര തിന്നായിട്ട് നിൽക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഡ്രൈനസ് നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ മുടി ഡാമേജ് ആയിട്ടുണ്ട് തന്നെയാണ്. അപ്പൊ കഴിയുന്നത് എന്താ വെച്ചാൽ ആ ലെവലിന് മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ഇനി വരുന്ന മുടിയൊക്കെ നല്ല രീതിയിൽ പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് ചെയ്യുന്നതാണ് നന്നാവുക. അപ്പൊ നമ്മൾ ഈ ഒരു 3 ടൈപ്പ് സ്പ്ലിറ്റ് ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നേരിയതായിട്ട് 3 ടൈപ്പ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫൈബർ ലോസ് വരുന്നതിനെ കൊണ്ടാണ് വരുന്നത്. കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റിന്റേക്ക് നിങ്ങളെ ഹെയറിൽ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള രീതി എന്ന് വെച്ചാൽ നമ്മൾ കായ പോലെ വരും, ഒരു കെട്ട് പോലെ. അതായത് കൂടുതലായിട്ട് കേളി സ്ട്രൈറ്റ് ഹെയർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കേളി ആയിട്ടുള്ള ഹെയർ ആണ്, കുറച്ചൊരു കെട്ട് പോലെ വരും. അതും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള കെട്ടായിരിക്കില്ല. നമ്മൾ ഒരു കയർ നമ്മൾ കൂട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അങ്ങനെയാണ് വരുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോംബ് ചെയ്യുന്ന പ്രശ്നം കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മുടി ഭയങ്കരമായിട്ട് അവിടെ അയച്ചിട്ട് അവിടെ അരസി അങ്ങനെ ആയിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാറ്റാൻ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് അത് വേറെ തന്നെ ചെയ്യാം. അതൊരു കായ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് വരുന്നത്. ഇത് ഈ ഒരു 3 സ്പ്ലിറ്റൻസ് നിങ്ങൾ നോക്കുക. ഈ 3 എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇത് 3 എന്റെ ഹെയർ എടുത്ത് നോക്കുമ്പോൾ ഇത് 3 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ടൈപ്പ് വരുന്നത് എന്താ വെച്ചാൽ ഒരു ഇഴ അത്യാവശ്യം ഒരു മുടിയുടെ ഇഴ അത്യാവശ്യം കട്ടിണ്ട്, പിന്നെ തീരെ കട്ടി കുറഞ്ഞിട്ട് തീരെ നേരിയതുപോലെ. അപ്പൊ അങ്ങനെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എന്റെ മുടിയിൽ വന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇത്രയും സ്പ്ലിറ്റിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ആ രീതി എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ ചൂട് കൊടുത്തിട്ട് ഡ്രയർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ നമ്മളെ മുടി നല്ല രീതിയിൽ തിന്നാവാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്ട്രൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നല്ല വെള്ളം അങ്ങനെ ഊർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ടൈമിൽ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്ത് കുറച്ചൊന്നും മുടിയിൽ വെള്ളമൊക്കെ ഒഴിവായിട്ട് വേണം നമ്മൾ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ കോംബ് ചെയ്യുമ്പോൾ ആണെങ്കിൽ നല്ല വൈറ്റ് ടീത്തുള്ള കോംബ് ഉപയോഗിച്ചിട്ട് കോംബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ടവലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നോക്കിയിട്ട് മൈക്രോ ഫൈബറിന്റെ ടവൽ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പില്ലോ കവർ ശ്രദ്ധിക്കുക. ഇതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ മാറി കിട്ടും. അതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്, പുറത്ത് നല്ല രീതിയിൽ മുടി കഴിച്ചിട്ടിട്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മുടിയുടെ സ്പ്ലിറ്റ്നസ് വരാൻ തുടങ്ങും. പിന്നെ അത്യാവശ്യം കഴിയുന്നത് പിന്നെയൊക്കെ ഇട്ടിട്ട് കിടക്കാൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാറ്റം വരും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സിറം യൂസ് ചെയ്യാം. മോയ്സ്ചർ ലോക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾ ഡെയിലി ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. നമ്മൾ കണ്ടീഷണറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് ആ രീതി ചെയ്യുക. ഇനി അങ്ങനെയും നിങ്ങൾക്ക് മുടിയിൽ നല്ല അഴുക്കുണ്ടെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് കഴുകാൻ നോക്കുക. അതേക്ക് കുറച്ചുകൂടി ഒരു സ്പ്ലിറ്റന്റ് വരുന്ന ഒരു ഹെയർ ആണ്, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഒരു 2 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റന്റ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ച് മുടി നീളും ചെയ്യും. ഈ ഒരു അവസ്ഥയിലും മുടി നീളും. നിങ്ങൾക്ക് സ്പ്ലിറ്റന്റ് വന്നു കഴിഞ്ഞാലും മുടി നീളും. പക്ഷെ ഈ നീളുന്ന മുടി ഏതെങ്കിലും ഒരു ഇഴയ്ക്ക് നീളും. അവർ നമ്മൾ ഒരു ഇഴയെന്ന് 2 ആയിട്ട് അത് മാറുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നാണ് നീണ്ടു പോവുക. അത് നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞാൽ അത് പൊട്ടി പോവുകയും ചെയ്യും. അപ്പൊ അതിനെക്കാളും നല്ല നമുക്ക് നല്ലൊരു രീതിയിൽ നല്ല ഹെയർ ആയിട്ട് ഗ്രോത്ത് ചെയ്ത് എടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്ന അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഹെയർ ഈ ഒരു ടൈപ്പിലുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മൾ ഈ 3 ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുടി ഈ ഒരു ലെവലിലേക്ക്, നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ലെവലിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.